പ്രിയരെ, ഇന്ന് മാർച്ച് 9 ദീപിക ദിനപത്രത്തിൽ 5 കോളം തലക്കെട്ടിൽ ഒരു വാർത്ത വന്നിരുന്നു. ക്രൈസ്തവ ഐക്യത്തെ, സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമം മാർത്താഴത്ത്. തൃശ്ശൂർ മെട്രോപൊളിറ്റൻ പ്രൊവിൻഷ്യൽ, ഇരിഞ്ഞാലക്കുട, പാലക്കാട്, രാമനാഥപുരം, തൃശ്ശൂർ എന്നീ രൂപതകളുടെ സംയുക്ത പാസ്റ്റൽ കൗൺസിൽ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു താഴത്ത് പിതാവ്. അതിലാണ് ഈ ശ്രമം, ക്രൈസ്തവ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമം എന്ന് പിതാവ് പ്രഖ്യാപിച്ചത്. ആരാണ് തകർക്കുന്നത് എന്ന് ഒന്നും പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല, ഇവിടെ ക്രൈസ്തവ സമൂഹങ്ങൾ, പ്രത്യേകിച്ചും സീറോ മലബാർ സഭാ സമൂഹം അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം വിലപിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളും സൂചിപ്പിച്ചു. ഇവിടെ വിചിത്രമായൊരു സത്യം അദ്ദേഹം വിസ്മരിച്ചു പോയി, അല്ലെങ്കിൽ തമസ്കരിച്ചു. ഇന്ത്യയിൽ സീറോ മലബാർ, ലത്തീൻ, മലങ്കര എന്നിങ്ങനെ 3 ക്രൈസ്തവ റീത്തുകളുണ്ട്. ഇവ 3 കാലങ്ങളായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചു പോന്നിരുന്നത്. POCയുടെ പാസ്റ്റൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാവർക്കും വേണ്ടി പൊതുവായ മതബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ഒരേ പുസ്തകം എല്ലാ രൂപതകളിലും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. സെമിനാരികളിൽ ഋതുവ്യത്യാസം കൂടാതെ എല്ലാ രൂപതകളിലെയും സെമിനാരി വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു, പരിശീലനം നേടിയിരുന്നു. ഈ അവസ്ഥയ്ക്ക് തുരങ്കം വച്ചത്, മാറ്റം വരുത്തിയത് സഭയിലെ നേതൃത്വങ്ങളാണ്. ഇന്നും ഐക്യം തകർക്കുന്നത് പ്രധാനമായും മെത്രാൻ സംഘങ്ങളാണ്. അടിസ്ഥാനപരമായ വൈകല്യം ഇവിടെ നിലനിൽക്കുന്നത്, ക്രൈസ്തവർ ശ്രമിക്കേണ്ടത് സമുദായത്തെ സൃഷ്ടിക്കലല്ല, മറിച്ച് ദൈവരാജ്യം സ്ഥാപിക്കലാണ് എന്ന കാര്യം മറന്നുപോയെന്നുള്ളതാണ്. സമുദായത്തെ വളർത്തിയാൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണമെന്നില്ല. ക്രൈസ്തവ സമൂഹങ്ങൾ, സഭാ സമൂഹങ്ങൾ ശ്രമിക്കേണ്ടത് ക്രൈസ്തവ ചൈതന്യം, ദൈവരാജ്യം നമ്മുടെ സമൂഹത്തിൽ സാക്ഷാത്കരിക്കാനാണ്. ഓരോ കാലത്ത് കത്തോലിക്കരിൽ നിന്നും വേർപെട്ടു പോയ ക്രൈസ്തവ വിഭാഗങ്ങളെ ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ എക്യുമെനിക്കൽ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. ശക്തമായ അന്ന് ആരംഭിച്ചെങ്കിലും പിന്നീട് കാര്യമായ പ്രവർത്തനമൊന്നും ഉണ്ടായിട്ടില്ല. കത്തോലിക്കരിൽ ഇപ്പറഞ്ഞ സീറോ മലബാർ, ലത്തീൻ, മലങ്കര എന്നീ റീത്തുകളിൽ ഇന്ന് ഓരോ രൂപതയും സ്വന്തമായ മതബോധന ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു, പഠിപ്പിക്കുന്നു. അതുപോലെ സെമിനാരികളും ഓരോരുത്തർക്കും പ്രത്യേകമായി സ്ഥാപിക്കപ്പെട്ടു. പരിശീലനവും പഠനവുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അതാത് ഋത്തുകൾക്ക് വേണ്ടി മാത്രം. ഇങ്ങനെ ഇതിനൊക്കെ ആസൂത്രിതമായി പ്രവർത്തിച്ചത് പ്രധാനമായും മെത്രാന്മാരാണ്. ഇന്ന് സീറോ മലബാർ സഭയിൽ തന്നെ തെക്കും വടക്കും എന്ന രീതിയിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ക്രിസ്തീയമായ ഒരു പരിഹാരവും ഇതിനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നില്ല. സുവിശേഷ മൂല്യങ്ങളോ വത്തിക്കാൻ കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങളോ
പാലിക്കപ്പെടുന്നില്ല. അവയെല്ലാം കാറ്റിൽ പറത്തിയിട്ട് സ്വാർത്ഥപരമായ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് പലരും ശ്രമിക്കുന്നത്, പ്രത്യേകിച്ചും സഭ നേതൃത്വം. സത്യങ്ങൾ യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കുകയാണ്. CBCI പ്രസിഡൻറ്റും തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനുമായ താഴത്ത് പിതാവ് വിലപിക്കുന്നത് ക്രൈസ്തവ സമുദായത്തെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ, കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ വാചാലമാകുന്ന താഴത്ത് പിതാവിൻ്റെ പ്രസംഗം വേശ്യയുടെ ചരിത്ര പ്രസംഗം പോലെ തോന്നിയുള്ളൂ. ക്രിസ്തുവിൻ്റെ വചനം വളരെ ശക്തമാണ്, വ്യക്തമാണ്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നൽകപ്പെടും. ഈ വചനത്തിൽ, യേശുവിൻ്റെ ഈ പ്രസ്താവനയിൽ ആത്മാർത്ഥമായ വിശ്വാസമുണ്ടെങ്കിൽ ക്രൈസ്തവ രൂപതകളും സ്ഥാപനങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ദൈവരാജ്യം സ്ഥാപിക്കാൻ, അവിടെയൊക്കെ നീതി പുലർത്താനുള്ള ശ്രമങ്ങളാണ് സംഘടിതമായി നടക്കേണ്ടത്. സമുദായത്തെ സൃഷ്ടിക്കലല്ല, മറിച്ച് ദൈവരാജ്യം സ്ഥാപിക്കലാണ് പ്രധാനപ്പെട്ട ദൗത്യം എന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. അതിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രധാനമായിട്ടും മെത്രാൻ സംഘങ്ങൾക്കാണ്. അത് ചെയ്യാതെ അതിനുവേണ്ടി പരിഹാരം നിർദ്ദേശിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് സത്യം. സ്വന്തം കാല് മണലിൽ പൂഴ്ത്തിയിട്ട് മറ്റുള്ളവർക്ക് മന്ദാണെന്ന് പറയുന്നത് പോലെയുള്ള പ്രസ്താവനയാണ് ഇത് കേൾക്കുമ്പോൾ ലോകർക്ക് തോന്നുക. ഇതിന് മാറ്റം വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം. ഫാദർ ജോൺ കവലക്കാട്ട്.